നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ദിവ്യസ് ഡിവൈൻ വേൾഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം ഗും ഗുരുഭ്യോ നമ. ഓം ശ്രീ മൂകാംബികായേ നമ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ശരണം ശരണം. ഗുരുവായൂർ ഏകാദശി ഈ വരുന്ന ഡിസംബർ 1-ാം തീയതി ഗുരുവായൂർ ഏകാദശിയാണ്. അതിനു മുന്നേ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പിറന്നാൾ ആശംസകൾ. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാ ദമ്പതികൾക്കും എൻ്റെ വിവാഹ വാർഷിക മംഗള ആശംസകൾ. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി എന്ന് അറിയപ്പെടുന്നത്. ഈ വർഷം ഗുരുവായൂർ ഏകാദശി വരുന്നത് 2025 ഡിസംബർ 1-ാം തീയതിയാണ്. ഈ നാളെ, അതായത് നവംബർ 1-ാം തീയതി മുതൽ തന്നെ ഗുരുവായൂരിൽ ഏകാദശി വിളക്കുകൾ ആരംഭിക്കുകയാണ്. നവംബർ 2-ാം തീയതി ഗുരുവായൂർ ദേവസ്വം വകയാണ് ഏകാദശി വിളക്കുകൾ ഉള്ളത്. ഈ ദിവസങ്ങളിൽ ഗുരുവായൂരിന്റെ പരിസര പ്രദേശത്ത്, അമ്പലത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ എത്തുന്നത് പോലും മഹാപുണ്യദായകമാണ്. കൂടാതെ നവംബറിൽ തന്നെയാണ് ചെമ്പൈ സംഗീതോത്സവവും ഗുരുവായൂരിൽ അരങ്ങേറുന്നത്. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ച ദിനമായതിനാൽ ഈ ദിനം ഗുരുവായൂർ ഏകാദശി എന്ന് അറിയപ്പെടുന്നു. ദേവലോകത്ത് നിന്നും 33 കോടി ദേവകളും ഗുരുവായൂരപ്പനെ വന്ന് പൂജിക്കുന്ന പുണ്യദിനമാണ് ഗുരുവായൂർ ഏകാദശി. ഈ ദിനത്തിൽ ഗുരുവായൂർ അമ്പലത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ എത്തുന്നത് പോലും മഹാപുണ്യദായകമാണ്. ഇതിന് സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏകാദശി എടുത്ത് ദേവനെ ഭജിക്കാവുന്നതാണ്. ഈ ദിനം ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകിയ പുണ്യദിനമായും കണക്കാക്കുന്നു. കൂടാതെ ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ അനുസ്മരണ ദിനമായും ഗുരുവായൂരിൽ ആഘോഷിക്കാറുണ്ട്. ഈ ദിനത്തിൽ തന്നെയാണ് ഗുരുവായൂരപ്പൻ തൻ്റെ പ്രജകളെ കാണാനായി ആനപ്പുറത്ത് എഴുന്നള്ളുന്നതും. ഇത്രയും പുണ്യകരമായ ഏകാദശി മറ്റൊന്നില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ 7 തലമുറകളിലെ പാപങ്ങൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ തീരുന്നു. കൂടാതെ വരുന്ന 7 തലമുറയ്ക്കുള്ള പുണ്യം കൂടി സമ്പാദിക്കാൻ ഈ ഏകാദശി വ്രതത്തിലൂടെ നമുക്ക്